പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വന്തം പ്രയത്നത്താൽ വിവിധ മേഖലകളിൽ ജീവിത വിജയം നേടിയ സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് കലാമണ്ഡലം നീതുദാസ്. ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ്. എൻ്റെ നൃത്ത പഠനം എന്ന് പറയുകയാണെങ്കിൽ ചെറുപ്പം തൊട്ട് ഞാൻ എൻ്റെ 6ാം ക്ലാസ് തൊട്ടിട്ടാണ്, 6ാമത്തെ വയസ്സ് മുതലാണ് ഞാൻ എൻ്റെ നൃത്തം അഭ്യസിക്കാൻ തുടങ്ങിയത്. മുള്ളൂർക്കരയാണ് എൻ്റെ ദേശം. മുള്ളൂർക്കര ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഗ്രാമത്തിലെ ശങ്കരനാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാഷാണ് എൻ്റെ ആദ്യത്തെ ഗുരു. അദ്ദേഹത്തിൽ നിന്നും നൃത്തം അഭ്യസിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഒരു 7ാം ക്ലാസ് ആയപ്പോൾ കലാമണ്ഡലം ശോഭാഗീതാനന്ദൻ്റെ അടുത്താണ് ഞാൻ ഒരു കൊല്ലത്തോളം നൃത്തി അഭ്യസിച്ചു. അതിനുശേഷമാണ് ഞാൻ കലാമണ്ഡലത്തിലേക്ക് 8ാം ക്ലാസ് തൊട്ടിട്ടാണ് എൻ്റെ കലാമണ്ഡലത്തിലേക്ക് ഞാൻ നൃത്തം അഭ്യസിക്കാൻ ചേരുന്നതും. അവിടുന്ന് 8 കൊല്ലത്തോളം നൃത്തം ഡിഗ്രി വരെ മോഹിനിയാട്ടം കുച്ചിപ്പുടിയാണ് ഞാൻ അഭ്യസിച്ചത്. കലാമണ്ഡലത്തിലെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു ഗുരുകുല സമ്പ്രദായം എന്നുള്ള നിലയ്ക്കാണ് കലാമണ്ഡലത്തിലെ ചിട്ടയായ പഠന രീതി വളരെയധികം മാറ്റങ്ങൾ എന്നിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. 4 മണിക്ക് എഴുന്നേറ്റുള്ള കണ്ണ് സാധകം, അതുപോലെ മെയ് സാധകം, കാലത്ത് മുതലുള്ള നൃത്ത അഭ്യാസനം, അങ്ങനെ തുടങ്ങിയ എല്ലാ പഠന രീതികളും നമുക്ക് വളരെയധികം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നർത്തകി എന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം ചിട്ടയായൊരു പഠനമാണ് കലാമണ്ഡലത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. അതിനുശേഷം കലാമണ്ഡലത്തിൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ എനിക്ക് നൃത്തം അഭ്യസിക്കാൻ സാധിച്ചു. കലാമണ്ഡലം പുഷ്പലത, രാജലക്ഷ്മി, സുജാത, ഹൈമാവതി ടീച്ചർ, കലാമണ്ഡലം ലീലാമ്മ ടീച്ചർ, ഇവരുടെയൊക്കെ കീഴിൽ എനിക്ക് നൃത്തം അഭ്യസിക്കാൻ സാധിച്ചു. അത് വളരെയധികം ഒരു നൃത്ത വിദ്യാർത്ഥിനി അല്ലെങ്കിൽ ഒരു നൃത്ത അധ്യാപിക എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെയധികം ഭാഗ്യം സൃഷ്ടിച്ച ഒരു സന്ദർഭങ്ങളാണതെല്ലാം. ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് 2010 ഡൽഹി നാഷണൽ ഗെയിംസ്, കോമൺവെൽത്ത് നാഷണൽ ഗെയിംസിൽ നൃത്തം അവതരിപ്പിക്കാൻ, മോഹിനിയാട്ടം അവതരിപ്പിക്കാനുള്ളൊരു വളരെ നല്ല ഒരു ജീവിതത്തിൽ നല്ലൊരു അവസരം എനിക്ക് ലഭിച്ചു. അതിനുശേഷം ഞാൻ MA ഭരതനാട്യം കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലാണ് MA ഭരതനാട്യം ചെയ്തത്. അവിടുത്തെ എൻ്റെ ഗുരു ഡോക്ടർ വേണുഗോപാലൻ നായരാണ് എൻ്റെ ഗുരു. അതിനുശേഷം ഞാൻ MPhil തിയേറ്റർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചെയ്തു. അത് വേറിട്ടൊരു, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. കുറച്ച് നാടകത്തിൽ കൂടി അഭിനയിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അവിടുന്ന് എനിക്ക് 1-2 നല്ല നാടകങ്ങൾ, കുമാരവർമ്മ സാർ മുതൽ പ്രശസ്തരായ നാടക സംവിധായകരിൽ നിന്ന് എനിക്ക് പരിശീലനം ലഭിക്കാനും അവരുടെ കൂടെ പ്രവർത്തിക്കാനും എല്ലാം എനിക്ക് സാധിച്ചു. തുടർന്ന് ഞാൻ ഇപ്പോൾ PhD ചെയ്യാണ് ഭരതനാട്യത്തിൽ. വേണുഗോപാലൻ സാറിൻ്റെ കീഴിൽ, എൻ്റെ ഗൈഡാണ്, ആളുടെ കീഴിൽ ഞാൻ ഇപ്പോൾ PhD ഭരതനാട്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ മുള്ളൂർക്കര പഞ്ചായത്തിൽ തന്നെ ഞാൻ ഭരതാഞ്ജലി നൃത്ത വിദ്യാലയം എന്ന് പറഞ്ഞിട്ട് നൃത്ത സ്കൂള് ഞാൻ സ്വന്തമായി നടത്തി വരുന്നുണ്ട്. ഒരുപാട് പ്രോഗ്രാംസുകൾ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ഡ്രാമ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കലാനിലയം ഡ്രാമ ഹൗസിൻ്റെ ഹിഡുംബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ഈ കലാരംഗത്തേക്കുള്ളൊരു വരവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് നൃത്തത്തിൽ വളരെയധികം നൃത്തം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടൊന്നല്ല, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പാട്ട് വെച്ചാലൊക്കെ ഞാൻ ഡാൻസൊക്കെ ചെയ്യുമായിരുന്നു. ആ ഒരു താല്പര്യം അനുസരിച്ച് എൻ്റെ അച്ഛനും അമ്മയാണ് എന്നിൽ ഒരു നർത്തകി ചെറുതായിട്ട് ഒളിങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അവർ എന്നെ ശങ്കരനാരായണ മാഷിൻ്റെ കീഴിൽ എന്നെ നൃത്തം അഭ്യസിക്കാൻ ഇതാക്കി. അതുപോലെ തന്നെ അവിടുന്ന് ഉള്ള ഓരോ നിമിഷങ്ങളും നൃത്തം എനിക്ക് ഒരുപാട് അഭ്യസിക്കാനും അതിനെക്കുറിച്ച് അറിയാനും എല്ലാം സാധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നെ അതുപോലെ പ്രോഗ്രാംസ് ചെയ്യുമ്പോഴേ അതെ നമ്മൾ വേദികളിലുള്ള നമ്മളുടെ എക്സ്പീരിയൻസ് നമുക്ക് ഓരോ സ്റ്റേജുകളും നമ്മൾ ആദ്യ സ്റ്റേജ് ചെയ്യുന്ന അതേ ഒരു ഫീലിൽ തന്നെയാണ് ഓരോ സ്റ്റേജുകളും ഞാൻ നൃത്തം ചെയ്യാറുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ആ ഒരു ഭയം, ഓഡിയൻസിൻ്റെ റെസ്പോൺസ്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആ ഒരു എങ്ങനെയായിരിക്കും ഓരോ ദിവസവും ഓരോ വേദികൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു വളരെയധികം ഒരു ഉത്കണ്ഠയോടെയാണ് ഞാൻ ഓരോ വേദികളിലും കയറാറുള്ളത്. അവിടുന്ന് തന്നെ ഞാൻ സ്കൂളുകളിൽ എൻ്റെ 2ാം ക്ലാസ് തൊട്ടിട്ടാണ് ഞാൻ നൃത്തം അഭ്യസിക്കാൻ തുടങ്ങിയത്. അവിടുന്ന് തന്നെ സ്കൂളുകളിലാണെങ്കിലും വേദികളിലൊക്കെ നൃത്തം അവതരിപ്പിക്കാറുണ്ട്. കോമ്പറ്റീഷനുകളിലായിട്ടൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് വളരെയധികം സപ്പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പകാലം തൊട്ടിട്ട് തന്നെ ഈ നൃത്തത്തിലേക്ക് വരാൻ സാധിച്ചു. ഞാൻ മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യമാണ് ഞാൻ അഭ്യസിച്ചിട്ടുള്ളത്. ചെറുപ്പത്തിൽ ഞാൻ അഭ്യസിക്കാൻ തുടങ്ങിയത് ഭരതനാട്യമാണ്. അതിനുശേഷം കലാമണ്ഡലത്തിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് മോഹിനിയാട്ടം മെയിനായിട്ടും സബായിട്ട് ഞാൻ കുച്ചിപ്പുടിയാണ് അഭ്യസിച്ചത്. പിന്നീട് അതിന് ശേഷമാണ് MA ചെയ്തപ്പോൾ MA ഭരതനാട്യം ചെയ്തു. 3 നൃത്ത ഇനങ്ങളും ഞാൻ വേദികളിൽ പരിപാടി അവതരിപ്പിക്കാറുള്ള. മോഹിനിയാട്ടം ആയാലും കുച്ചിപ്പുടി ആയാലും ഭരതനാട്യം ആയാലും എനിക്ക് ഒരുപോലെ വളരെയധികം ഇഷ്ടമുള്ള നൃത്തരൂപങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേദികളിൽ 3 അവതരിപ്പിക്കാറുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ 3ഉം അഭ്യസിപ്പിക്കാറുണ്ട്. വീട്ടിലെ അച്ഛനും അമ്മയും ഞാൻ ഒരു മകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എൻ്റെ മനസ്സിൽ ചെറുപ്പത്തിലിപ്പോൾ ഞാൻ ഈ നൃത്തത്തിലേക്ക് വരുമ്പോൾ നൃത്തം അവതരിപ്പിക്കാനുള്ളൊരു ഉത്സാഹം എൻ്റെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് എന്നെ അച്ഛനും അമ്മയും അതിലേക്ക് ചേർത്തത്. പക്ഷെ അതെന്താണെന്നോ എങ്ങനെയാണെന്നോ ഇതാണ് എൻ്റെ പ്രൊഫഷനെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് അതിനുശേഷം ഞാൻ കലാമണ്ഡലത്തിൽ ചേർന്ന് പഠിച്ച് ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഏകദേശം ഇങ്ങനെ ഇത് തന്നെയാണ് എൻ്റെ ഫീൽഡ്, ഇതിലെനിക്ക് ഇനിയും മുന്നേറാനുണ്ട്, ഞാനും അറിയപ്പെടുന്ന ഒരാളായി അറിയപ്പെടണമെന്ന് എനിക്കും മനസ്സിൽ വളരെയധികം ആഗ്രഹങ്ങളുണ്ട്. അത് കാരണം തന്നെ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട് വളരെയധികം ഉണ്ട്. പിന്നെ ഒരു മകളായിക്കൊണ്ട് തന്നെ അവർ എന്നിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അവർക്ക് എൻ്റെ താല്പര്യങ്ങളനുസരിച്ച് എന്നോടൊപ്പം പ്രവർത്തിക്കാനും എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയാണ് എൻ്റെ എല്ലാം. അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഫീൽഡിൽ ഇത്രത്തോളം നിൽക്കാനും തുടർന്ന് പോകാനും ഭാവിയിൽ ഇനി കാര്യങ്ങൾ ചെയ്യുന്നതിനെല്ലാം വളരെയധികം സപ്പോർട്ടീവാണ് എൻ്റെ അച്ഛനും അമ്മയും. ഇപ്പോൾ കുട്ടികൾ സ്കൂളുകളിൽ മത്സരവേദികൾ ഒരുപാട് പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചില കുട്ടികളുടെ മനസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് എനിക്ക് ഗ്രേഡ് കിട്ടാൻ വേണ്ടി, ഗ്രേസ് മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ചില കുട്ടികളുടെ മനസ്സിൽ ചിലപ്പോൾ ഗ്രേസ് മാർക്ക് കിട്ടുന്നതിനോടൊപ്പം എനിക്ക് ആ കഴിവുണ്ട്, എനിക്കും നൃത്തം അഭ്യസിക്കാൻ പറ്റും, തുടർന്നും എനിക്ക് നൃത്തം മുന്നോട്ട് കൊണ്ടുപോകണം, അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്നൊക്കെ ചില കുട്ടികളുടെ മനസ്സിൽ മാത്രമേ അത് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളത് മത്സരവേദികൾ അവതരിപ്പിക്കുന്നുണ്ട് കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ ഇത് നൃത്തത്തിനോടൊരു ആരാധന, ഒരു ഭക്തി ഉണ്ടാവാൻ എല്ലാ കുട്ടികളിലും, അത് ഗുരുക്കന്മാരാണ് നമ്മൾ കുട്ടികളിലേക്ക് അത് മനസ്സിലേക്ക് എത്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിൽ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് വേണം. എങ്കിൽ കൂടി അത് അവനവനോടായിട്ട് എന്നോട് തന്നെ എനിക്ക് നന്നായി ചെയ്യണം, എനിക്ക് വേദിയിൽ നന്നായി അവതരിപ്പിക്കണം, തുടർന്ന് എൻ്റെ ജീവിതത്തിൽ ഇതെൻ്റെ ഒരു ഭാഗമാണ്, നൃത്തത്തിനോടുള്ള ആ ആരാധന അതൊക്കെ കുട്ടികളും തന്നെ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ആരുടെടുത്താണോ അവർ അഭ്യസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗുരുക്കന്മാർ അവരുടെ ഉള്ളിലേക്ക് വളർത്തിയെടുക്കണം. അതനുസരിച്ച് അവരുടെ സ്വന്തം താല്പര്യം അനുസരിച്ച് നമുക്ക് ചെറുപ്പം തൊട്ടിട്ടൊന്നും അവരോട് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ
കുറച്ച് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് കുട്ടികളുടെ മനസ്സിൽ അവർക്ക് സ്വയം ഒരു തോന്നണമല്ലോ, ഞാൻ നർത്തകിയാവണം എന്നുള്ളൊരു തോന്നൽ വരണമെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ഒരു പ്രായം കഴിഞ്ഞ് വേണം വരാൻ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഗുരുക്കന്മാരോടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവരുടെ അഭ്യസന രീതികളൊക്കെ അനുസരിച്ച് കുട്ടികൾക്ക് തന്നെ വരണം. ഒരിക്കലും അതൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ മാത്രം എടുക്കാതെ അവനവന് വേണ്ടി കുട്ടികൾ ചെയ്യണം എന്നാണ് എൻ്റെ പ്രത്യേക അഭിപ്രായം. വേദികളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ എന്താ പറയുക, കളിക്കാത്ത കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മീഡിയാസിലൊക്കെ കേട്ടില്ല. പക്ഷെ അവർ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥമായി ഒരു ജഡ്ജായിട്ട് വന്നിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും അന്യായമായ രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ചെയ്യുന്നത് നമുക്ക് വസ്ത്രരീതി ഇത് അലങ്കാരം അതൊന്നും ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് കെയർ ചെയ്യില്ലെങ്കിലും അഭിനയം അതുപോലെ അടവുകളുടെ പെർഫെക്ഷൻ അത് നിർബന്ധമാണ്. ആ കുട്ടി ആ വേദിയിൽ കാല് പൊക്കി ചവിട്ടുന്നുണ്ടെങ്കിൽ, അടവ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ, ആ കുട്ടി അഭിനയിക്കുന്നുണ്ടെങ്കിൽ, ആ കുട്ടിയുടെ ഫേസിൽ അഭിനയം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, മുദ്രകൾ അതുപോലെ നില, അരമണ്ഡലം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പെർഫെക്ഷനായിട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലും നമ്മൾ ആ കുട്ടീനെ പിറകിലോട്ട് നിർത്തേണ്ട ഒരു കാര്യമില്ല. അർഹതപ്പെട്ട കുട്ടിക്ക് എന്തായാലും നമ്മൾ കോമ്പറ്റീഷൻ വേദികളിൽ 1ാം സ്ഥാനം തന്നെ കൊടുക്കണം. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നതാണ്, ഞാനും ജഡ്ജായിട്ട് പോകുന്നത് കാരണം ഞാൻ ആത്മാർത്ഥമായി തന്നെ വേദികളിൽ ചെയ്യാറുള്ള കാര്യമാണ്. വിധികർത്താവായിട്ട് ഇരുന്നത് അതിലൊരു തരത്തിലുള്ള വേറെ വിട്ടുവീഴ്ചകളോ കാര്യങ്ങളോ ഒന്നും നമ്മളതിൽ ചെയ്യാറില്ല. കലാമണ്ഡലം ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എനിക്ക് ലഭിച്ച മഹാഭാഗ്യമാണ്. അത് ഞാൻ 8ാം ക്ലാസ് തൊട്ട് ഞാൻ അവിടെ പഠിക്കുമ്പോൾ 8 തൊട്ട് എൻ്റെ ഡിഗ്രി വരെയുള്ള അവിടെ പഠന സമയത്ത് എനിക്ക് ആ കലാമണ്ഡലത്തിൻ്റെ വിലയോ അത് എത്രത്തോളം എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെന്നോ അത് എത്രത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്നൊന്നും ഞാൻ ആലോചിച്ചിരുന്നില്ല. അതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്തിൽ കുട്ടികൾക്ക് ഒന്നുകൂടി ആ ഒരു ചിന്താരീതി മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിക്കുന്നു എന്ന് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. കാലത്ത് എഴുന്നേൽക്കുന്നു, 4 മണിക്ക്. 8ാം ക്ലാസ്സിലൊരു കുട്ടി എന്ന് പറയുന്നത് ചെറിയ കുട്ടിയാണ്, അവരുടെ മനസ്സ് അത്രത്തോളം വളർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ചെറുപ്പം തൊട്ടിട്ട് തന്നെ നമുക്ക് കൃത്യമായ രീതിയിലുള്ള അഭ്യസനം പഠന രീതിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ കണ്ണ് സാധകം, കണ്ണിൻ്റെ നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ വളരെ പ്രധാനമാണ്. അംഗോപാംഗ പ്രത്യംഗങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ വേദിയിൽ നൃത്തം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള കണ്ണുകൾ, ശരീരത്തിന് കൂടുതൽ ഫ്ലെക്സിബിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെയ്സാധകം, അതുപോലെ കൃത്യമായ പഠന രീതി. ഇപ്പോൾ സിലബസൊക്കെ ആയിട്ട് പഠിപ്പിച്ചു വരികയാണ്, ഓരോ സിലബസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതനുസരിച്ചിട്ടുള്ള പഠന രീതിയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ശാരീരികമായി തന്നെ വളരെയധികം മാറ്റം, അതുപോലെ ചിന്താരീതി. നമ്മളിപ്പോൾ വലിയ നർത്തകിമാരെയൊക്കെ അവിടെ കലാമണ്ഡലത്തിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് പലതരത്തിലുള്ള മോഹിനിയാട്ടമാണോ, കുച്ചിപ്പുടിയാണോ, ഭരതനാട്യമാണോ ഒന്നുമില്ല, ഒഡീസി, കഥക്, മണിപ്പൂരി, അത് തുടർന്ന് കഥകളി, എല്ലാ തരത്തിലുള്ള കലാരൂപങ്ങളും നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വളരെയധികം ഭാഗ്യമാണ്. പലതരത്തിലുള്ള കലാരൂപങ്ങൾ നമുക്ക് പുറത്തു പോയിട്ട് കാണാനുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കൂത്തമ്പലത്തിൽ നമുക്ക് ഉണ്ടാവും, നിള ഫെസ്റ്റിവൽ അങ്ങനത്തെ തുടങ്ങിയ ഫെസ്റ്റിവൽസിനൊക്കെ ഒരുപാട് വലിയ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ വന്നിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അതൊക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് അവരേനൊക്കെ കണ്ട് വീക്ഷിച്ച് നമുക്ക് മനസ്സിലേക്ക് തന്നെ വരും. ഓരോരുത്തരുടെ നൃത്തരൂപ അവതരണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരും, എനിക്കും ഇതുപോലെ ഒരു നർത്തകിയാവണം, ഇതേപോലെ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ എനിക്കും വന്ന് നൃത്തം അവതരിപ്പിക്കണം, അല്ലെങ്കിൽ ഒരുപാട് വേദികളിൽ വലിയ വലിയ വേദികൾ അവതരിപ്പിക്കണം എന്നുള്ള തോന്നലുകൾ നമുക്ക് പലരുടെയും നൃത്തരൂപങ്ങളിലെ അവതരണങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരുപാട് വലിയ വലിയ ഗുരുക്കന്മാരുടെ കീഴിൽ നമുക്ക് അഭ്യസിക്കാൻ കിട്ടുന്നത് ഈ ചിട്ടയായ രീതിയിൽ നമുക്കൊരു ക്രമമായിട്ടുള്ള രീതിയിലാണ്. അത് ചെറുപ്പം തൊട്ടേ അഭ്യസിക്കുക. കാരണം നമ്മൾ എത്ര വലുതായാലും നമ്മൾ അതിൽ കുറച്ച് കുറവ് കാണിച്ചാൽ കൂടി നമ്മൾ അടിസ്ഥാനമായിട്ട് നമുക്കത് ഉള്ളിലുള്ളത് കാരണം നമ്മൾ എപ്പോഴും അത് തുടർന്നു പോവും. ഒരു കലാമണ്ഡലം കുട്ടിയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അത് കലാമണ്ഡലം വിദ്യാർത്ഥി അല്ലെങ്കിൽ അത് പുറത്തേക്ക് ഇറങ്ങിയാൽ അത് കഴിയുമ്പോഴാണ് ശരിക്കും നമുക്കത് മനസ്സിലാവുക. അതിനുള്ളിൽ നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കത് അത്രയും മനസ്സിലാക്കാൻ സാധിക്കില്ല. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതെനിക്കിപ്പോൾ പറയാൻ സാധിക്കും. കാരണം ഞാനിപ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് 2011 എൻ്റെ കോഴ്സ് കഴിഞ്ഞത് അവിടുത്തെ.
തുടർന്ന് ഇപ്പോൾ 2017 ഇത്രയും വർഷം ഞാൻ കലാമണ്ഡലത്തിന് പുറത്ത് നിന്നിട്ടാണ് എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ, പരിപാടികൾ അവതരിപ്പിക്കാൻ പോകുമ്പോൾ, ജഡ്ജായിട്ട് പോകുമ്പോഴൊക്കെ ഈ കലാമണ്ഡലം എന്നുള്ളത് ഒരു വളരെയധികം എന്നെ സപ്പോർട്ടീവായിട്ട് എനിക്ക് സപ്പോർട്ടായിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ കലാമണ്ഡലത്തിലെ പഠന രീതി, അത് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ബഹുമാനം, അതൊക്കെ കിട്ടുമ്പോഴാണ്, ആ സന്ദർഭത്തിലാണ് നമുക്കത് മനസ്സിലാവുക. കലാമണ്ഡലം എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ കലാമണ്ഡലം വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒന്ന് തന്നെയാണ്. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കലാനിലയം ഡ്രാമ മിഷൻ്റെ ഞാൻ ഡ്രാമ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഹിഡുംബി എന്നാണ് ഡ്രാമയുടെ പേര്. അതിൽ 2 സ്ത്രീ കഥാപാത്രങ്ങളാണുള്ളത്. മഹാഭാരതത്തിലെ ഹിഡുംബി എന്ന കഥാപാത്രവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലെ ഒരു സാധാരണ ഒരു സ്ത്രീ, നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പീഡനങ്ങൾ തുടങ്ങിയ ഒരു സ്ത്രീ സമൂഹത്തിൽ ഒറ്റപ്പെട്ടാൽ എന്താണ് അവൾക്ക് സംഭവിക്കുക എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഹിഡുംബി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ട് ഒരുപാട് നൃത്തങ്ങൾ എനിക്ക് വേദികളിൽ അവതരിപ്പിക്കണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമാണ്. അതിനുള്ള ചെറിയ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ കുറച്ച് തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആഗ്രഹമുണ്ട് വേദികളിൽ. എനിക്കത് സാമൂഹികപരമായിട്ട് കുറച്ച് ഉൾപ്പെടുത്തി നമ്മുടെ ജനങ്ങൾക്ക്, സമൂഹത്തിലെ ജനങ്ങൾക്ക് അത് മനസ്സിലേക്ക് എത്തിക്കാൻ നമ്മളെക്കൊണ്ട് എന്ത് പറ്റും. ഒരു നൃത്തം എന്നതിൽ മാത്രം, ഒരു പുരാണ കഥകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ സമൂഹത്തിന് നമുക്ക് എന്ത് സാധിക്കും, ഞാൻ ചെയ്യുന്ന നൃത്തം കൊണ്ട് സമൂഹത്തിലേക്ക് എനിക്ക് എന്ത് കൊണ്ടുവരാൻ സാധിക്കും എന്ന രീതിയിൽ എനിക്ക് വളരെയധികം ഞാൻ ചിന്തിക്കുന്നുമുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോൾ ഒരുപാട് വേദികളിൽ അങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. പുതിയ തലമുറയിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവർക്ക് ചിലപ്പോൾ എല്ലാ ഗുരുക്കന്മാരും, എനിക്ക് ഗുരുക്കന്മാരോട് പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൃത്തം അഭ്യസിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഒരു ചിട്ടയായ പഠനരീതി, എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, ബഹുമാനം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഏറ്റവും കുറവ് ഉള്ള ഒരു കാര്യമാണ് ബഹുമാനം. എങ്ങനെയാണ് മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടതെന്നോ അവരോട് എങ്ങനെ സംസാരിക്കേണ്ടതെന്നോ ഒന്നും അങ്ങനെ അത്രയ്ക്ക് അറിയാത്തത്. അതെനിക്ക് തോന്നുന്നു ഗുരുക്കന്മാരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ നൃത്തം അവതരിപ്പിക്കുന്ന നമ്മളൊരു ദൈവികമായൊരു കലയാണ് നൃത്തം. അപ്പോൾ ആ നൃത്തത്തിന് അതിനനുസരിച്ചുള്ള ഭക്തിയും ആരാധനയും എല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ ആ കുട്ടി വളരെ വിനയത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറാനുള്ളത്, ബഹുമാനത്തിൽ പെരുമാറാനുള്ളത്. ഒരിക്കലും ഞാനൊരു വലിയ ആളാണെന്നോ അല്ലെങ്കിൽ എനിക്ക് നൃത്തം അറിയാം അല്ലെങ്കിൽ ഞാൻ മത്സരവേദികളിൽ വളരെയധികം ഫസ്റ്റ് പ്രൈസ് ഒക്കെ ലഭിച്ച ആളാണെന്നോ അത്തരത്തിലുള്ള ഒരു ഇതൊന്നും ഇല്ലാതെ നമ്മളത് ഒരു ചെറിയ കുട്ടി തൊട്ട് വലിയ വയസ്സായ പ്രായം ചെന്ന ആളുകളിൽ നിന്നും നമുക്ക് അറിവ് ലഭിക്കും. അതുകൊണ്ട് ഒരാളെയും അവഗണിക്കാതെ, എത്ര മോശപ്പെട്ട ഒരാളാണെങ്കിൽ കൂടി അയാളിൽ നമ്മൾ നല്ല ഒരു നന്മ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരിൽ നിന്നും മറ്റുള്ളവരെ മോശമായി കാണാതെ എല്ലാവരിൽ നിന്നും നമുക്ക് അറിവ് ലഭിക്കാൻ സാധിക്കും, വിദ്യ ലഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് ആത്മാർത്ഥമായി നൃത്തം അഭ്യസിച്ച് വേദികളിൽ അരങ്ങേറാനും നമ്മുടെ ജീവിതത്തിൽ കോമ്പറ്റീഷൻ സ്പിരിറ്റ് മാത്രമല്ലാതെ, കോമ്പറ്റീഷൻ മാത്രം ഉദ്ദേശിക്കാതെ ഗ്രേസ് മാർക്ക് അതിലുപരി നൃത്തം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു മഹത്തായ ഒരു കലയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അഭ്യസിക്കുക, അതുപോലെ വേദികളിൽ അവതരിപ്പിക്കുക, മറ്റുള്ളവരോട് വിനയത്തോടു കൂടി, ഗുരുക്കന്മാരായാലും എല്ലാവരോടും വിനയത്തോടും ബഹുമാനത്തോടും കൂടി നിന്ന് നൃത്തത്തെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്കിപ്പോഴത്തെ തലമുറയോട് പറയാനുള്ളത്.